ഹായ് ഗൈസ്, സത്യത്തിൽ ഞാൻ ഏകദേശം ഒരു 5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പനിയും ജലദോഷമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോയാണ്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഞങ്ങൾ ലുലു മാളിൽ പോയ ഒരു വീഡിയോയാണ് ഞാൻ ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ ലുലു മാളിൽ ന്യൂ ഇയർ ആഘോഷിക്കാമെന്നുള്ള ധാരണയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തോ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി ഞങ്ങൾ പതുക്കെ ലുലു മാളിൽ ചെന്നതാണ്. ലുലു മാളിൽ ചെന്ന് അവിടെ DJ പാർട്ടിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ലുലു മാളിൽ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെന്നല്ല, അതിൻ്റെ ഏകദേശം ടൈം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ന്യൂ ഇയർ പാർട്ടി ആഘോഷിച്ചത് ശരിക്കും നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലുലു മാളിലെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകൾ മുഴുവൻ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി വിശേഷങ്ങളെന്നും പറഞ്ഞാൽ പോരാ, നല്ല കിടിലൻ വൈബിലുള്ള വിശേഷങ്ങളാണ് ലുലു മാളിൽ ഒരുക്കിയിരിക്കുന്നത്. വളരെ വിപുലമായ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ലുലു മാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടമാനം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലുലു മാളിലെ വിശേഷങ്ങളിലോട്ട്. ഹായ് ഗേസ്, പാർക്കിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. നല്ല വലിയ കുഴപ്പമില്ല. 6E അല്ലേ, 6E പാർക്കിംഗ് കിട്ടി. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവരെ കറങ്ങിയിട്ട് പോവാം. പിന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നാളെ ടിക്കറ്റ് കിട്ടൂല്ലോ എന്നുള്ളത് ഒന്ന് കൺഫേം ആക്കണം. നമുക്ക് നോക്കാം. ഇവിടെ നാളെ എന്തോ ആരുടെയാണ് DJ? അതും അവക്കും അറിഞ്ഞുകൂടാ. അവളാണ് പറഞ്ഞത് DJ ക്യാനിൻ റെഡിങ്സ് അവരുടെ DJയാ. അപ്പൊ അതിന് സ്പെഷ്യൽ ടിക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ലുലു മാളിൽ പോവാം. അകത്തുനിന്ന് യവന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ പോകാറാകുമ്പോഴത്തേന് കുറച്ച് സാധനം വാങ്ങിക്കണം പറയുന്നുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഞങ്ങളങ്ങനെ ലുലു മാളിൽ പ്രവേശിച്ച് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടത് മക്ഡൊണാൾഡിൻ്റെ ഒരു പ്രതിമ കണ്ടില്ലേ, അവരുടെ ലോഗോയുടെ ഒരു പ്രതിമയാണ്. അതിൻ്റെ കീഴിൽ കയറിയിരുന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് നല്ല ഫണ്ണിയായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. പ്രധാനമായിട്ട് ഇത് ആകാശത്തൂടെ ലുലു മാൾ മൊത്തം ചുറ്റി കാണാനുള്ള ഒരു സംഭവം. അത് 780 രൂപ എന്തോ ആണ് അതിൻ്റെ റേറ്റ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നാളത്തെ ന്യൂ ഇയർ പാർട്ടിക്ക് ടിക്കറ്റ് എടുക്കണം. രണ്ടാമത് മോന് സ്കൂൾ തുറക്കാറായല്ലോ. അപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഈ മാളിലെല്ലാം കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ കണ്ടില്ലേ, വിപുലമായ ആഘോഷങ്ങളാണ് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. ക്രിസ്മസിന് ഒരുക്കിയ കാര്യങ്ങളാണ്. അത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇനി മാറ്റമുള്ളായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആഘോഷ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവ സ്ഥലത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിനകത്തോട്ട് കയറി വന്നാൽ കേട്ടോ. ശരിക്കും ഉത്സവം തന്നെ ആണല്ലോ. എന്താഘോഷത്തിനായാലും ഇങ്ങോട്ട് കയറി വന്നാൽ മതി, അടിച്ച് പൊളിച്ചിട്ട് പോവാം കേട്ടോ. ഞങ്ങളങ്ങനെ ഓരോ ഷോപ്പുകളും ജസ്റ്റ് ഒന്ന് കാണുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്നപ്പോഴേ വേറെ കുറേ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാനിവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും വ്യത്യസ്തങ്ങളായ ചില സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ക്രിസ്തുമസ് അപ്പൂപ്പനും ക്രിസ്തുമസിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റേജാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തായിട്ട്. ആ സ്റ്റേജിൽ ചെറിയ ചെറിയ മ്യൂസിക്കൽ പരിപാടികളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും താഴോട്ട് പോയിട്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് 3-4 ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. ഇന്ന് പക്ഷേ അധികം തിരക്കില്ല. നാളെ ആയിരിക്കും ഇതിൻ്റെയും കൂടി ഇടിച്ചു കുത്തി ആള് കയറുന്നേ, ന്യൂ ഇയർ ആയതുകൊണ്ടേ. ടൈമെക്സിൻ്റെ ഷോപ്പ്, മിക്കവാറുമുള്ള ബ്രാൻഡഡ് ഷോപ്പുകൾ മുഴുവൻ ലുലു മാളിനകത്തുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഇവിടെ സ്പ്രേ ഉണ്ടോ എന്ന് തപ്പി നടക്കുക. ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ ഷർട്ടിലടിക്കുന്നതായാലും നമ്മുടെ ഡ്രസ്സിലൊക്കെ അടിക്കുന്നതായാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നിങ്ങനെ തപ്പി നടക്കുക. ഇവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. സത്യത്തിലെ നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ പുറത്ത്. മഞ്ഞെന്ന് പറഞ്ഞാൽ തണുപ്പ്, മഞ്ഞിനേക്കാൾ കൂടുതൽ ഒരു വൃത്തികെട്ട തണുപ്പാണ്.
അപ്പോൾ ഇപ്പോൾ ദേവാനന്ദിന് കുറച്ച് എനിക്ക് തോന്നുന്നൊരു 2-3 ഷർട്ട് എടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ കയറിയത്. അപ്പോൾ അവൻ്റെ ഷർട്ട് തപ്പി നടക്കുക. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ 13-14 ഏജിലുള്ളവർക്കുള്ള ഷർട്ടുകൾ നമുക്കിഷ്ടപ്പെടുന്ന ഒന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ. അവർ രണ്ടുപേരും കൂടെ എന്തായാലും ഒന്ന് തപ്പി നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി മാക്സിൽ കയറി. മിക്കവാറും എല്ലാ കടകളിലും ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു. കാരണം ഓരോ കടയിൽ ചെല്ലുമ്പോഴും അവൻ്റെ പാകത്തിനുള്ള ഡ്രസ്സ് അവൈലബിൾ അല്ല, അതാണൊരു പ്രശ്നം. പക്ഷെ നല്ല നല്ല തുണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ടല്ലേ. വെറൈറ്റി കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. കാരണം നമ്മൾ ഇവിടെ കയറിയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടത്തുനിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തുനിന്ന് സെലക്ട് ചെയ്യാനുള്ള പെൻഡലൂൺസ് അവിടെ നിന്ന് കയറി നോക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കയറി സെലക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം സിറ്റിയിലൊക്കെ പോയി ഓരോ കടയും തപ്പി നമുക്ക് നടക്കണ്ട. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിൽ. അതുകൊണ്ട് ഇവിടെ ജോക്കിയുടെ, അത് അണ്ടർ ഗാർമെന്റ്സ് മാത്രമല്ല, ജോക്കിയുടെ മിക്കവാറും ഉള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മിക്കവാറും എല്ലാ കടകളും ബ്രാൻഡഡ് ആണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ വലിയ വിലയൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മൾ മുമ്പേ കണ്ട ചക്രത്തേൽ ഇങ്ങനെ നൂല് കോർത്തിട്ടിരിക്കുന്നു. അത് കൊള്ളാം സംഭവം. അത് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ മുമ്പ് വന്നപ്പം ഈ സാധനം ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു. എല്ലായിടത്തും ഓഫറുകളാണ്. 50% ഓഫ്, അതേപോലെ പിന്നെ 75% ഓഫ്, എല്ലായിടത്തും ഓഫറുണ്ട്. അവസാനം നമ്മൾ ലുലുവിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോറിൽ കയറി ഒന്ന് തപ്പാവെന്ന് വെച്ചു. ഞങ്ങളിപ്പോൾ ഏകദേശം ഇപ്പം കയറാൻ പോകുന്നത് 4ാമത്തെ ഷോപ്പാണ്. ഇവന് 2 ഷർട്ട് എടുക്കണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. പക്ഷെ ഓടിയുള്ള ഉപ്പാട് വരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇങ്ങനെ ഈ മാളിനകത്തായതുകൊണ്ടേ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ബോറടിക്കത്തില്ലെന്ന് മാത്രമല്ല, നമുക്ക് ആ ഒരു മുഷിച്ചിലും ഒന്നുമില്ല. ഫുൾ സെൻട്രലൈസ്ഡ് AC അല്ലേ, സുഖമായിട്ട് കറങ്ങി നടക്കാം. ഫാഷൻ സ്റ്റോറിലും ക്രിസ്തുമസിന്റെ പിന്നെ കണ്ടില്ലേ, അലങ്കാരങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിരിക്കുക. പക്ഷെ ഇന്ന് സത്യത്തിൽ സാധാരണത്തിലുമൊക്കെ ഒരുപാട് തിരക്ക് കുറവുണ്ട്. എല്ലാവരും നാളെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും, വരാൻ വേണ്ടിയിട്ടേ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അടിപൊളി കളക്ഷൻസ്. ബൈ 1 get 1 ഫ്രീ. അത് കണ്ടുകൊണ്ടാണ് അവർക്ക് സൈഡ് വലിഞ്ഞത്. ഒരെണ്ണം എടുത്താൽ 1 ഫ്രീയാ. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ അളവിനുള്ളത് കിട്ടുമോ എന്നുള്ളതാണ് ഒരു സംശയം. എല്ലായിടത്തും ചെല്ലുമ്പം 11, 12, 12, 13 വരെയുണ്ട്. 13, 14 ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 15, 16 തൊട്ടേ ഉള്ളൂ. അവൻ്റേത് മാത്രം കറക്റ്റ് കിട്ടുന്നില്ല, അവൻ്റെ അളവിനുള്ളത്. കാരണം അവന് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സൈനിക സ്കൂളിലൊക്കെ ആയതുകൊണ്ടേ നല്ല മെലിഞ്ഞിരിക്കുക ആശാൻ. ഇവിടെ ഏകദേശം ഒക്കെ അവന് പറ്റിയ ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് 13, 14 കണ്ടില്ലേ, ഇത് 13, 14 കുറച്ച് ഡ്രസ്സുകൾ അവൻ്റെ പാകത്തിനുള്ളതുണ്ട്. നമുക്കതിൽ ഇനി നല്ലതേതാന്ന് നോക്കി സെലക്ട് ചെയ്യാം. സത്യം കേട്ടോ, ഇത്രയും ഷോപ്പിൽ കയറിയതിൽ ഇവിടെ കയറിയപ്പോഴാ സത്യം അവനുള്ളത് കിട്ടിയത്. എത്ര ഇടത്ത് തിരക്കിന്നറിയാമോ നമ്മള്. സത്യത്തിൽ ഊപ്പാട് വന്നു കേട്ടോ. കുറേ ഇടത്ത് തപ്പിയിട്ടാ ഇവനിപ്പോ ഇത് കിട്ടിയത് ശരിക്കും. എന്തായാലും ഒന്ന് ട്രയൽ ചെയ്തിട്ടേ പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടിയാൽ എന്ത് ചെയ്യും. ഇത് കണ്ടില്ലേ, ഇവിടെ തന്നെ യോഗ മാറ്റ്, ഫുട്ബോള് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അവസാനം ഞങ്ങൾ അങ്ങനെ 2 ഷർട്ട് അവന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഒരു നീല കളറും
ഒരു വൈറ്റ് കളർ. ഇനിയിപ്പോൾ ഇട്ട് നോക്കും പറയും ഈ നീല സത്യത എൻ്റെ സെലക്ഷനാണ് കേട്ടോ. ആ വൈറ്റ് അവൻ്റെ സെലക്ഷൻ. ഞങ്ങളങ്ങനെ താഴെ എത്തി ക്രിസ്തുമസ് അപ്പൂപ്പൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നതാ. നല്ല ഭംഗിയുണ്ടല്ലേ. ക്രിസ്തുമസിന്റെ അലങ്കാരങ്ങളാണ് ഇത് കംപ്ലീറ്റ്. അടിപൊളി. ഇനി ഇവിടെ നിന്ന് നമുക്ക് 2-3 ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു മിനി സ്റ്റേജാണ്. അവിടെ ഇന്നൊന്നും പരിപാടിയൊന്നും കാണുന്നില്ല കേട്ടോ. സാധാരണ ഇവിടെ വരുന്ന സമയത്തെല്ലാം ശരിക്കും എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കൽ പരിപാടികൾ കാണുന്ന. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ചേച്ചി 2-3 വിദേശികൾക്ക് ഒന്ന് ഫോട്ടോ എടുത്തു. അവരോട് പറഞ്ഞാൽ നമുക്ക് എടുത്തു തരും കേട്ടോ. നമ്മൾ നിന്നാലും നമുക്കും എടുത്തു തരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പ്രധാനമായിട്ട് നമ്മൾ തപ്പാൻ പോകുന്നത് ടിക്കറ്റാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇതൊരു ട്രെയിനാണ്. ലുലു മാളിനകത്ത് സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ. അടിപൊളി. പിള്ളേർക്കൊക്കെ പറ്റും കേട്ടോ. പിള്ളേർക്കല്ല, വലിയൊരു അതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കടയിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ല ഭീമാകാരമായ ഒരു മറ്റേ എന്തുവാ ക്രിസ്മസ് ട്രീ. ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഞങ്ങൾ നേരെ വെസ്റ്റ് സൈഡിലോട്ടേക്ക് പോകുന്നു. അവിടെ കയറാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി സ്പ്രേ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ നല്ല ഭീമാകാരനായ, എനിക്കൊന്ന് ലുലു മാളിന്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് കേട്ടോ. ആകാശത്ത് മുട്ടിയിട്ടില്ല, മുകളിൽ ടോപ്പിലെ റൂഫിൽ മുട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെസ്റ്റ് സൈഡിലെത്തി. കാരണം ഈ വെസ്റ്റ് സൈഡിൽ ഞാൻ മിക്കവാറും വരുമ്പോൾ നല്ല വെറൈറ്റി സ്പ്രേകൾ കിട്ടും. ഒന്ന് തപ്പി നോക്കാം. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നും സാമ്പിള് അടിച്ചു നോക്കാനായിട്ട് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോന്നും അവരൊരു ചെറിയ സ്റ്റിക്ക് പോലൊരു സ്റ്റിക്കല്ല, പേപ്പറിൻ്റെ ഒരു ചെറിയ കട്ടിയുള്ളൊരു സാധനത്തിൽ. അപ്പം നമുക്ക് അവയിൽ അടിച്ചു നോക്കിയിട്ട് നമ്മൾ ഈ കയ്യിലൊക്കെ അടിച്ചു നോക്കിയാൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ അടിച്ചടിച്ച് അവസാനം ഒരു മിക്സഡ് മണമായിപ്പോയി. ഇവിടെ ആകുമ്പോൾ അങ്ങനില്ല. ഇവിടെ ഒരു നമുക്കിങ്ങനെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പറിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് നമുക്കതിൻ്റെ സ്മെല്ല് നല്ലതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ലുലു മാളിലെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. എന്തിനാ 2 ഷർട്ടും 2 മറ്റേ ബോഡി സ്പ്രേയും വാങ്ങിച്ചു. അതെ, 2 ബോഡി സ്പ്രേയും വാങ്ങിച്ചു. എടുത്ത് കാണിക്കുക ഈ ഷർട്ട്. 2 ഷർട്ടും അവർക്ക് വയ്യ, ക്ഷീണിച്ചു. അവിടെ ഇൻട്രസ്റ്റിലാണ് ഇന്ന് ഇറങ്ങിയത് തന്നെ. അതാണ്ട് 2 ഷർട്ട് ഒരു ബോഡി സ്പ്രേ എന്ന് കാണിച്ച്. 2 ബോഡി സ്പ്രേ. ഇത് 2 മാത്രമാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാളെ DJ പാർട്ടിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ സംഭവം സെറ്റായില്ല. കാരണം ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഫുള്ളാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അപ്പുറത്ത് ചോദിക്കുന്ന പറയുക. അവസാനം ചോദിച്ചു എന്നപ്പോൾ നമുക്ക് മടുത്തു, മുളങ്ങി പോകുന്നു. അപ്പോൾ നാളെ ഞങ്ങൾ DJക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ.